ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ വാച്ച് ചെയ്തിട്ടുള്ള സിനിമ ഏതാ? വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് നല്ല സിനിമ അല്ലേ? അവൻ പറഞ്ഞ് ഒരാളെ കൺവിൻസ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു ബ്രോ, ഇത് കൺവിൻസിങ് ഈസ് എൻ ആർട്ട്. സെയിൽസിൽ അത് ഭയങ്കര ആവശ്യമാണ്. നമ്മൾ എന്ന് പറഞ്ഞ് കള്ളത്തരം പറയരുത്, ഉള്ള കാര്യം പറഞ്ഞ് സെല്ല് ചെയ്യിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്ലസ് സൈഡ്. കള്ളം പറഞ്ഞാൽ പൊളിയും. നമ്മൾ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികകാലം ഒന്നും മുന്നോട്ട് പോകത്തില്ല, എന്തായാലും ഒരു പോയിന്റ് വീഴും. അപ്പോൾ എത്തിക്സ് കീപ്പ് ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറെ കൂടെ മുന്നോട്ട് ഈസി ആയിരിക്കും. ഈസി എന്ന് പറഞ്ഞാൽ നമുക്ക് പാളാനൊന്നുമില്ല. നീ ഒന്നും അങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന് പറയാനൊരു സാഹചര്യം ഇല്ലല്ലോ. ഞാനൊന്ന് കറക്റ്റാണ് പറഞ്ഞത് എന്ന് പറയാനുള്ള സാഹചര്യമല്ലേ ഉള്ളൂ. അവിടെ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ UK ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന പിള്ളേരുണ്ട് അവിടെ. കാരണം അവർക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ മനസ്സിലാവുമല്ലോ. അവിടെ 9 to 5 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക്കാണ്. ബ്രോയ്ക്ക് ഇച്ചിരി ഈസി ആയിരിക്കില്ല. ഇവിടെയൊക്കെ കൊച്ചി ലൈഫ് ചില്ലടിച്ച് പോവല്ലേ. അവിടെ 9 to 5 എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി ടാസ്കാ. കാരണം പിറ്റേ ദിവസം അതേപോലെ റിപ്പീറ്റ് ചെയ്യണം. രാവിലെ നമുക്കൊന്ന് ചില്ല് ചെയ്യാനോ ലൈഫ് ചെയ്യാനോ ഒന്ന് പുറത്തിറങ്ങാനോ ഈ 9 to 5 കൊണ്ടൊന്നും പറ്റില്ല. അവിടെ 9 to 5 ഇല്ല. ഒന്നാതെ 12 hours ഷിഫ്റ്റ് ഒക്കെ ആയിരുന്നു. രാവിലെ 8 മണിക്ക് വരെ, രാത്രി 8 മണി വരെ. പിന്നെ ഇരുട്ടിയില്ലേ, എന്ത് കാണിക്കാനാ? ഒന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു സെറ്റപ്പ് അല്ലേ. അപ്പോൾ ഒരുപാട് പേര് ഇപ്പം നല്ല നല്ല മേഖലയിലേക്ക് ഇറങ്ങുന്നത്, ഫുഡ് ട്രക്കായിട്ട് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. റെസ്റ്റോറൻറ്റ്സ് UK പോയിട്ട് പിന്നെ ആ സമയത്തൊക്കെ ആളുകൾ പ്രശ്നങ്ങൾ നേരിട്ടില്ല. ഈ റേസിസത്തിനെ പറ്റിട്ടൊക്കെ പറയായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ശരിക്കും UK ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല. ഈ റേസിസം ഉണ്ട് ഡെഫിനറ്റ്ലി. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും കണ്ടത്. ഈ റേസിസം പറയുന്ന ആൾക്കാർ മൈൻഡിലുണ്ടാവും, ഉണ്ടാകുന്നല്ല മൈൻഡിലുണ്ടാവാം. അത് പറയുന്ന ആൾക്കാർ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഗ്രോത്ത്. നമ്മൾ ഒരു ഡെവലപ്പ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമിന്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്താൽ നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ മോശം കൂട്ടുകെട്ടിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മോശമായിക്കൊണ്ടിരിക്കും. അതായത് ഒരു ഇല ചീഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ഇലയൊക്കെ ചീഞ്ഞ് തുടങ്ങുമല്ലോ ഒരു മൂലയ്ക്ക് വന്ന്. അപ്പം നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു കോണ്ടാക്ട് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഡെവലപ്മെന്റ്. അപ്പം ഞാൻ കൂടിയിട്ടുള്ള ഡെവലപ്മെന്റ്സിന്റെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോക്കാൻ സമയമില്ല. എന്നെ നോക്കിയിട്ട് നീ ഇന്ത്യക്കാരനല്ലേടാ, നീ കർമ്മനാണെന്ന് പറയാനുള്ള സമയം അവർക്കില്ല. അവർക്ക് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യണം, നമുക്കൊരു ഐഡിയ പറഞ്ഞു തരും, നമ്മൾ അവരോട് ഡെവലപ്പ് ആകുമെന്നുള്ളൂ. റേസിസം ഉണ്ട്, താഴെ തട്ടിലുണ്ടാവും, മേലെ തട്ടിലുണ്ടാവും, ഇടയ്ക്കും ഉണ്ടാവും. അത് നമ്മൾ കേൾക്കാനുള്ള സമയമുള്ള ആൾക്കാരോട് കൂടിയാൽ മതി. അത് പറയാൻ സമയമില്ലാത്ത ആൾക്കാരോട് കൂടി കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പോകില്ല. അല്ലെങ്കിൽ രാത്രി മറ്റേ കള്ളും കുടിച്ച് റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്ന് വേണമെങ്കിൽ പറയാം. ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരുന്നാൽ പറയാം. എന്തിനായി രാത്രി അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യുന്ന ആവശ്യം? നമ്മൾ ഡെവലപ്മെന്റ് മാത്രം ഉദ്ദേശിച്ച് ജീവിച്ചാൽ മതി. നമ്മൾ കൂടെ നടക്കുന്ന ആളുകളുടെ ആവറേജ് ആയിരിക്കും നമ്മൾ. ആ തിയറിയിൽ വിശ്വാസമുണ്ടോ? ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. അതിലെന്താ സംശയം? നമ്മുടെ നാളെ വീട്ടിലൊക്കെ പറഞ്ഞില്ലേ കൂട്ടുകെട്ട് നശിപ്പിക്കുന്നത്. ചിലപ്പോൾ കൂട്ടുകെട്ട് നമ്മളായിരിക്കും നശിപ്പിക്കുന്നത്, അത് വേറെ കാര്യം. കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ട് മൊത്തം കോളാക്കുന്നത് നമ്മളായിരിക്കും. അതായത് മര്യാദക്ക് നടക്കുന്ന പിള്ളേരെ പിടിച്ച് പഴപ്പിക്കുന്ന സെറ്റപ്പാ. ഞാൻ അങ്ങനെയായിരുന്നു. അത് ഭയങ്കര ഞാനെല്ലാവരും ആ ഒരു സ്കീമില് നശിപ്പിച്ച് കിടക്കുന്ന ഒരു മനുഷ്യരായിരുന്നു. പക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടത്തിലുള്ളവരെ പൊക്കും. അത് ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ള എല്ലാവരും, എന്റെ കൂടെ താഴെ തട്ടി തുടങ്ങിയ പലരും ഇന്ന് നല്ല ഒരു പൊസിഷനിൽ കമ്പനിയിൽ ഇരിപ്പുണ്ട്. അല്ല, ഞാൻ കുറച്ച് കൗതുകം കൊണ്ട് ചോദിക്കാം, ഈ ഉയരാൻ വേണ്ടിയിട്ടുള്ള ടീമില്ലേ, അതിനെങ്ങനെ സെലക്ട് ചെയ്ത് അതിലേക്ക് എങ്ങനെ എത്തി? ഇവിടെ ഇപ്പം എത്രയാ, ഒരു ചെറിയ പയ്യനുണ്ട് എൻ്റെ കൂടെ. അവന് 10-20 വയസ്സേ ഉള്ളൂ, 20-21 വയസ്സേ ഉള്ളൂ. അവൻ എന്നോട് പറഞ്ഞ അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന എങ്ങനെയാ, കമ്മ്യൂണിക്കേഷൻ അവിടെ പോയി പഠിക്കുന്നത്. അവൻ എന്നെ കണ്ട് എൻ്റെ കൂടെ നടന്ന് പഠിച്ചാൽ മതി, അത് അവൻ്റെ ആവശ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംഭവമൊന്നുമല്ല, എൻ്റെ കൂടെ നടന്ന് പഠിച്ചിട്ട് അങ്ങനെ ആനക്കാരിന്ന് പഠിക്കാനൊന്നുമില്ല. പക്ഷെ അവൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ഇന്ന് പഠിച്ച് അവന് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ള ആ ഒരു ഡെവലപ്മെന്റോട് ഞാൻ കൂട്ടിട്ട്. പിന്നെ ഞാൻ കൂടെ പിന്നെ ഡെഫിനറ്റ്ലി അവനോട് ഇരിപ്പുണ്ട്. പിന്നെ ഒരാൾ എൻ്റെ കൂടെ ഉള്ളത് 10-26 കൊല്ലമായിട്ട് ഫ്രണ്ടാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ കൂട്ടുകാരനാണ്. അവനോട് നിലമ്പൂരോട്ടെ. പിന്നെ നിലമ്പൂര് വീട്ടില് നമ്മള് ഏകദേശം ഒരു ഡിസ്റ്റൻസ് റിലേഷൻ ആയി, എവിടെയോ ഒരു തുമ്മിത്തെറിച്ച് ബന്ധമുണ്ട്. ബട്ട് ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ്. ഫുൾ ടൈം കൂടെയാണ്, എപ്പോഴും കൂടെ ഉണ്ടാവും. പുള്ളിയാണെന്ന് എൻ്റെ കാര്യങ്ങൾ, ഫൈനാൻസ്, വീട്, ഇതെല്ലാം മാനേജ് നടക്കുന്നത്. ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ട് വിശ്വസിക്കാം, കുറെയൊക്കെ വിശ്വസിക്കാം. ഒരു പരിധിക്കപ്പുറം വിശ്വസിക്കരുത്. എന്നാലും നമുക്ക് 90% ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്ന ഒരു സ്കീമുള്ള ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ. ഈ മുഴുവനായിട്ട് ആരെയും വിശ്വാസമില്ലാത്തൊരവസ്ഥ ഉണ്ടല്ലേ? കംപ്ലീറ്റ്ലി എനിക്കൊരു മനുഷ്യന് വിശ്വാസമില്ല, കളഞ്ഞിട്ട് പോകും. അതുകൊണ്ടാണ് വിശ്വാസമുള്ള 3 പേര് എൻ്റെ കൂടെ ഉള്ളൂ, റോളക്സ്, ലിയോ, ഭീകരൻ. ഇതല്ലാതെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശ്വാസമുള്ള ആരും എൻ്റെ കൂടെ ഇല്ല. കളഞ്ഞിട്ട് പോകും. ആൾക്കാരല്ലേ കുറച്ച് കഴിയുമ്പോൾ ഡെവലപ്പ് ആകുമ്പോൾ നമ്മളെ പട്ടി വരാതിട്ട് പോകും, മനസ്സിലായി? അത് ഉറപ്പായിട്ടും പോകും. നമുക്ക് പിന്നെ നമ്മളിപ്പോ എക്സ്പെക്റ്റഡ് ആണ്. ഇപ്പൊ ഞാനീ പറയുന്ന എന്റെ ഫ്രണ്ട് ചിലപ്പോൾ പോകത്തില്ലായിരിക്കും കേട്ടോ, കാരണം പുള്ളിക്ക് നല്ലൊരു സെറ്റപ്പിലാ
പുള്ളി പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ പയ്യൻ കുറച്ച് കഴിയുമ്പോൾ ഡെവലപ്പ് ആവത്തില്ലേ, അവര് കാര്യങ്ങൾ അറിയണ്ടേ, നമ്മൾ എന്തിനാ പിടിച്ചു വെക്കുന്നേ, ലെറ്റ് ഹിം ഗോ ഡെവലപ്പ്. ആ ഒരു സ്കീമില് എല്ലാരും പ്രൊമോ നമ്മളാരും നിൽക്കത്തില്ല. ഡിറ്റാച്ച്മെന്റ് ഇല്ലേ, അവര് പോവും ഇവര് വരും, ആ സാധനം കുറച്ചുകൂടെ മെച്ചൂർഡ് ആറ്റിറ്റ്യൂഡ് ആയിട്ടാ തോന്നുന്നത്. ഈ അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും ഉണ്ടല്ലോ, ഇത് എങ്ങനെ ഡെവലപ്പായി വന്നത്? ആൾക്കാർ കളഞ്ഞിട്ട് പോയി തുടങ്ങിയപ്പോ ഒരാള് പോയി കഴിഞ്ഞാ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പ്രേമം തേച്ചിട്ട് പോയതാ, അവിടെ തുടങ്ങിയത് നമുക്ക് പോകുമ്പോ എങ്ങനെ പോകുന്നു മനസ്സിലാവാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രേമിക്കാൻ പോയിട്ടില്ല ഇതുവരെ ഇല്ല. അപ്പൊ പിന്നെ ഇഷ്ടമൊക്കെ തോന്നും. പിന്നെ നമുക്ക് ഒരാളെ കാണുമ്പോ നമുക്ക് ഉറപ്പായിട്ട് തോന്നും നല്ലതാണല്ലോ, കാണാൻ കൊള്ളാലോ, ഇഷ്ടമുണ്ട്, അതൊക്കെ തോന്നും. അവിടെ നിന്നും പോയി ഞാൻ പറയൊന്നുമില്ല, അവിടെ പോയി പറയുക ഒന്നാമത് നമ്മളെ കണ്ടാ ഇഷ്ടപ്പെടാതെ പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മളിനി പോയിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞാലും ആ ഒരു റിലേഷൻഷിപ്പ് യുണീക്നെസ് ഇല്ല അനുവിന്. ഏതാ അനുവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല ഒരിക്കലും. അനുവിന് ഒരു ലുക്കുണ്ട്, മറക്കാത്ത ലുക്ക്. അത് ഒരു നല്ല ലുക്ക് അല്ല, നല്ല ലുക്കാണ് ശരിക്കും. മോർഗൻ ഫ്രീമാൻ അല്ലേ പുള്ളി? അതിഭീകര സുന്ദരനല്ലല്ലോ, പക്ഷെ മോർഗൻ ഫ്രീമാൻ ഒരു വട്ടം കണ്ടാൽ നമ്മള് മറക്കില്ല അയാളെ. പുള്ളിയുടെ സൗണ്ട് എങ്ങനെയുണ്ട്? പുള്ളിയുടെ സൗണ്ടാ മറക്കാം ഒരു പരിധി വരെ, ശരിയാ. അപ്പൊ അതുപോലെ അൻവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന റീൽ എന്ന് പറയുന്നത് മറ്റേ പട്ടികളെ നിർബന്ധിച്ചിട്ട് ആ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് 3 പേർക്കും കുളിക്കാൻ 3 രീതികളാണെന്നുള്ള അറിയില്ല. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന റീൽ. അതിനുശേഷം ഞാൻ അൻവിനെ മറന്നിട്ട് തന്നെ ഇല്ല. ഇപ്പൊ നമ്മുടെ ഇത്ര ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ മറന്നു പോലും അവരെ ഒരു പോയിന്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫീഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഞാനത് പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ തോന്നില്ലേ, മനുഷ്യന്മാരല്ലേ, ഇപ്പൊ കമ്പാനിയൻഷിപ്പ് അങ്ങനെ ആലോചിക്കില്ലേ? താല്പര്യമില്ല ബ്രോ. അതായത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എല്ലാവരും പോകും, ഒരു പോയിന്റ് കഴിയുമ്പോൾ അങ്ങനെ അധികം ആരും നിൽക്കാനൊന്നും പോകില്ല. നമ്മള് എനിക്കിപ്പോ എന്റെ ഈ ലൈഫ് ഞാൻ നല്ല ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, ലൈഫ് ഭയങ്കര സ്മൂത്താ. എനിക്ക് വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ കൂടെ 3 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്, കുറച്ച് വണ്ടികളുണ്ട്, ഞങ്ങള് സൗകര്യമുള്ളപ്പോൾ പുറത്തു സൗകര്യമുള്ളപ്പോൾ തിരിച്ചു വരും. ആ ഒരു ലിവിങ്. ഇതിനുള്ളിലോട്ട് ഒരാൾ വരുന്നു, അവരിതെല്ലാം കൂടെ കഷ്ടപ്പെട്ട് അഡാപ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അഡാപ്റ്റ് ആവാൻ പറ്റാതിരിക്കുന്നു. ഈ പറ്റാതിരിക്കുമ്പോൾ പോവല്ലോ. അപ്പൊ ഞാൻ എന്തിനാണ് എന്റെ ലൈഫിലോട്ട് വേറൊരു എക്സ്ട്രാ പാർട്ട് കയറ്റി വെച്ചിട്ട് അത് അഡാപ്റ്റ് ആവുക? ഒരു പസിൽ നമ്മൾ മാച്ച് ആവാത്ത ഒരു പസിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? ഈ +2 കാരണം കുറച്ച് സ്ത്രീ വിരോധി ആയിട്ടുണ്ടല്ലേ? ഐ നോ യു വാച്ചിങ്. പിന്നെ ഇവരെവിടെ എന്താ ചെയ്യാ അന്വേഷിച്ചു പോയിട്ടുണ്ട്? എല്ലാം അറിയാം. അപ്പൊ നിങ്ങളുടെ നല്ലൊരു കാമുകൻ ഉണ്ടായിരുന്നു. അത് പണ്ടുണ്ടായിരുന്നു, മുടി പോയപ്പോ പോയതാ. മുടി പോയപ്പോ പെണ്ണും പോയി, പിന്നെ പ്രേമിക്കാൻ പോയിട്ടില്ല. അത് ഭയങ്കര കാര്യം കേട്ടോ. എങ്ങനെ പോയാലും നമ്മൾ അവരെ പറ്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കും. പിന്നെ നമ്മൾ ആമ്പിള്ളേരല്ലേ. വിനീത് ശ്രീനിവാസനൊരു കാര്യം പറയില്ലേ, വീട് വാടകയ്ക്ക് കൊടുക്കണ പോലെയാന്ന്. നമ്മുടെ സ്വന്തം വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് മാറിയോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമല്ലോ. അല്ലല്ലേ, നമ്മള് പ്രേമിച്ച് കഴിഞ്ഞാൽ ഒരാളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ കമ്മിറ്റഡ് അഡ്വഞ്ചറസ് ലവ് ആയിരുന്നു അൻവിൻ. അതൊക്കെ പറഞ്ഞ മോശമായി പോകത്തില്ലേ? അല്ല, ഭയങ്കര ആത്മാർത്ഥതയുള്ള. പിന്നെ എനിക്ക് നല്ല ആത്മാർത്ഥമായിരുന്നു, അതുകൊണ്ടല്ലേ അവള് പോയപ്പോ വിഷമമായത്. അതുകൊണ്ടല്ലേ പ്രേമിക്കാൻ നടക്കുന്നത്. അതൊക്കെ ആത്മാർത്ഥയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല കേട്ടോ. കല്യാണം കഴിക്കലുണ്ടല്ലേ? അല്ല, ഞാൻ പറഞ്ഞു എപ്പോഴേലൊക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പോ, നാളെ ഇപ്പൊ നല്ലൊരാൾ വന്ന് ഞാൻ ഈ പറഞ്ഞ ലൈഫിലോട്ട് ഒരാൾ ഫിറ്റ് ആയി പെർഫെക്റ്റ് ആന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ് ഷുഡ് ഐ സേ നോ? അതൊന്നും ചെയ്യില്ല. എന്ന് പറഞ്ഞ ഞാനൊരു കല്യാണ വിരോധിയൊന്നും അല്ല. പ്രേമിക്കാൻ താല്പര്യമില്ല, പ്രേമിച്ച് നടന്ന് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. നടക്കുവോ ഇല്ലയോ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള പ്ലാൻ ഒന്നും എനിക്കില്ല. അത് കൊള്ളാം. ഇതിനാ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നല്ലത് എപ്പോഴേലും. പക്ഷെ അവിടെ അങ്ങനെ ഒരു ഭയങ്കര ഒരു സംസ്കാരം തന്നെ ഉണ്ടല്ലോ, ആളുകളെ മീറ്റ് ചെയ്യുന്നു, ഡേറ്റ് ചെയ്യുന്നു, മറ്റേ ലിവിങ് ടുഗദർ നടത്തുന്നു, അങ്ങനെ അതൊക്കെ അവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. അതെ, ഈ മീറ്റ് ചെയ്യാനും ഡേറ്റ് ചെയ്യാനും ലിവിങ് ടുഗദർ ചെയ്യാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകണ്ടേ? ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്ത് പോയാലല്ലേ ഈ പ്രശ്നമുള്ളൂ, പോകുന്നില്ലല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കുറെയൊക്കെ മെസ്സേജ് വരും, ഇങ്ങോട്ടേക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞു വരുന്നില്ല. എന്നെ എല്ലാരും ബ്രോന്നാ വിളിക്കുന്നത്. ഈ ബ്രോന്ന് വിളിച്ചിട്ട് പെങ്കൊച്ച് മെസ്സേജ് നമ്മൾ എന്ത് മറുപടി പറയാൻ അതിനോടൊക്കെ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഒരാളോട്. പിന്നെ അങ്ങനെ ഒരു ലൈഫ് വേണമെന്നോ നമുക്ക് ഇഷ്ടപ്പെട്ട് നടക്കണമെന്നോ അങ്ങനത്തെ ഒരു പ്ലാനൊന്നും പിന്നെ തോന്നിയിട്ടില്ല. ഒരു രീതിയിൽ ആ കുട്ടിയപ്പോ കുറച്ച് ഭാഗ്യവാദിയാ. ഏത് കുട്ടി? ആ വസ്തു കുട്ടി. നല്ല ഭാഗ്യതയായിരിക്കും. ഒഴിഞ്ഞു പോയല്ലോ. വീഡിയോ ഗെയിംസ് ഒരു പ്രധാന ഏരിയ എന്ന് തോന്നിയിട്ടുണ്ട് ഒരു ദിവസത്തില്. അതിന് വേണ്ടിട്ട് തന്നെ ഭയങ്കര OCD ഉണ്ടോ? പക്ഷെ ഗെയിംസിന്റെ കാര്യത്തിലുണ്ട്. ഗെയിംസിന്റെ കാര്യത്തിലുണ്ടല്ലോ, സെറ്റപ്പില് ഇച്ചിരി വൃത്തി ആവശ്യമാണ്. അത് വെച്ചിട്ട് OCD എന്നൊക്കെ പറഞ്ഞ വലിയ ടേം അല്ലേ, വൃത്തിയാക്കി വെക്കും, അത്രേ ഉള്ളൂ. ക്ലെൻലിനെസ് ഉണ്ട്. അപ്പം അതിനോട് കാണിക്കുന്ന ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് കാണുമ്പോൾ നമുക്ക് ആ ഗെയിമറുടെ ഒരു മൊത്തത്തിലുള്ള പ്രീവിയസ് ഹിസ്റ്ററി അറിയാൻ താല്പര്യമുണ്ട്. എവിടെന്നാ ഈ വീഡിയോ ഗെയിംസിനോട് ഇഷ്ടം തുടങ്ങുന്നത്? ചെറുപ്പകാലം തൊട്ട്. അതെനിക്ക് തോന്നുന്നു പണ്ടേ ഉള്ള സംഭവം. നമ്മള് അതായത് TV കണക്ട് ചെയ്തിട്ട് നമ്മള് ചിപ്പൊക്കെ കുത്തി കീബോർഡൊക്കെ കണക്ട് ചെയ്ത് അവിടെ തുടങ്ങിയ പരിപാടി. അന്ന് കളിച്ചിരുന്ന ഗെയിം അത് നമ്മൾ ആരെ കളിക്കാതെ, നമ്മളെല്ലാരും കളിച്ചിട്ടുള്ള ഗെയിം ആയിരിക്കില്ലേ കോൺട്ര. അവിടെ നിന്ന് ഇവോൾവ് ചെയ്ത് ഇവിടെ ഈ ഒരു
ഇപ്പം ഞാൻ അങ്ങനെ ഗെയിമർ പ്രൊഫഷണൽ ഗെയിമർ ഒന്നുമില്ല, പക്ഷെ എനിക്ക് സന്തോഷമുള്ള സംഭവം അത്. ഗെയിം കളിച്ച ടൈം സ്പെൻഡ് ചെയ്യുക, ഗെയിമിന്റെ കൂടുതൽ ഇരുന്ന് ഞാനിങ്ങനെ ഒരു ആർക്കേഡ് ഗെയിം ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഗെയിം ഒക്കെ എടുത്ത് അത് ഫുള്ളി ഇരുന്ന് ഫിനിഷ് ചെയ്ത് അടുത്ത ഗെയിം പർച്ചേസ് ചെയ്ത് അതും കളിച്ചിരുന്ന്, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അതിലൊന്നും എനിക്ക് സമയവും ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. വേണേൽ രാവിലെ 6 മണിക്ക് എണ്ണിച്ചിരുന്ന ഗെയിം കളിച്ചു കൊടുക്കാം, അതൊക്കെ എനിക്ക് ഈസിയാണ്. വൈസ് സിറ്റി കാലഘട്ടം ഉണ്ടായിരുന്നോ? ഏതാ GTA വൈസ് സിറ്റി? പിന്നെ അതൊക്കെ കമ്പ്യൂട്ടറിലുള്ള സമയമല്ലേ വൈസ് സിറ്റി എന്നുള്ളത്. അത് കഴിഞ്ഞ് സാൻ ആൻഡ്രിയാസ് വന്നു, GTA 5 വന്നു, ഇപ്പൊ 6 വരാൻ പോകുന്നു. ഗെയിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗെയിംസ്, ഡോഗ്സ്, കാസ്, ഇതാണ് എന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈഫിൽ എന്തുള്ളൂ. ഏറ്റവും ക്രാക്ക് ആകാൻ പറ്റിയ ഒരു ലെവലുള്ള ഗെയിം ഏതായിരുന്നു? ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റോറി ഗെയിം എന്ന് പറഞ്ഞ് കളിച്ച ഒരു ഗെയിം ഉണ്ട്, റെഡ് ഡെഡ് റിഡംപ്ഷൻ എന്ന് പറയും. അതൊരു വിഷയം ഗെയിമായിരുന്നു. നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യണം എന്നൊക്കെ ചില സമയത്ത് ഡൗട്ട് വരുന്ന ഒരു ഗെയിം. അത് ബ്രോന്ന് കളിച്ചിട്ടുണ്ടോ? രണ്ട് സിറ്റുവേഷൻസ് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ നന്നായിട്ട് സ്റ്റോറി മോഡിൽ ഇരുന്ന് സ്റ്റോറി അനലൈസ് ചെയ്തൊക്കെ കളിച്ച് ഫിനിഷ് ചെയ്ത് പുള്ളി എല്ലാവരും നമ്മുടെ മിഷൻസ് ഒക്കെ തീർക്കാൻ വേണ്ടി അറ്റത്തെത്തുമല്ലോ. ഞാൻ ഇങ്ങോട്ടുള്ള എല്ലാ ലെവൽസും തീർത്ത് പതുക്കെ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ മണ്ടയ്ക്ക് കയറുള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമാണ്. ഇപ്പോഴും ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം റേസ് ചെയ്ത് റീ ഇൻസ്റ്റാൾ ചെയ്ത് ഒന്നേന്ന് തുടങ്ങും, പിന്നെ പുതിയ സ്റ്റോറി തുടങ്ങും, കളിച്ച് തന്നെ പിന്നെയും കളിക്കാൻ ഇഷ്ടമാണ്. ടൈം പാസ് അല്ല, അതെനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അത് വെച്ച് വർക്ക്ഔട്ട് ചെയ്തിരിക്കും. പുസ്തക വായന, ബുക്സ് വായിക്കും. ഞാൻ ഒരുപാട് ബുക്സ് വായിക്കും. എനിക്കിഷ്ടമാണ് ബുക്സ് വായിക്കാൻ. ഞാൻ കുറെ ബുക്സ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ ഇൻഫർമേഷൻ നമുക്ക് തലയിൽ കിട്ടും. എന്താ ബുക്സ് വായിക്കുന്നത് ഏറ്റവും ഇഷ്ടം? ഈ ഇമാജിനേഷൻ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി അതൊക്കെ വായിച്ച സമയം കളയത്തുള്ളൂ. നമ്മള് കമ്മ്യൂണിക്കേഷൻ, മണി, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. റിച്ച് ഡാഡ് പുവർ ഡാഡ് അവിടെ നിന്നാണോ തുടക്കം? അല്ലല്ല, സ്റ്റാർട്ട് പുവർ ഡാഡൊക്കെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് എപ്പോഴേക്ക് വായിച്ചു പോകുന്നില്ല. ഹൗ ടു ടോക്ക് ടു എനിവൺ, അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ബുക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല സെറ്റപ്പ്. ഹൗ ടു മേക്ക് ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെയുള്ള. ഹൗ ടു മേക്ക് ഫ്രണ്ട്സ് വേണ്ട, ഹൗ ടു മേക്ക് മണി വേണം നോക്കാം. ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഹൗ ടു ടോക്ക് ടു എനിവൺ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അത് 92 ടെക്നിക്സ് ടു സ്പീക്ക് ടു എനിവൺ എന്നുള്ള രീതിയാണ്. അതൊക്കെ നല്ലതാ, സെയിൽസിനെ ഹെൽപ്പ് ചെയ്യും കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനത്തെ ബുക്സ് ഒക്കെ വായിക്കും. കാർസ് ഇപ്പൊ തൊട്ടാ ഏത് പോയിന്റ് തൊട്ടാ ജീവിതത്തിൽ ഒരു ഫാന്റസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാസിനേഷൻ ആയിട്ട് തോന്നി തുടങ്ങിയത്? ചെറുപ്പത്തിൽ ഫസ്റ്റ് വണ്ടി നമ്മള് NFS ഒക്കെ കളിച്ചു കൊടുക്കുന്ന കാലം ഉണ്ടല്ലോ. പിന്നെ ഞങ്ങള് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണിക്കാത്ത വണ്ടികളുണ്ട്. ഞങ്ങളുടെയൊക്കെ ചില പ്രൊജക്ട് എന്നൊക്കെ പറയുന്നത് ആ NFSന്റെ ലുക്സ് ആക്കി എടുക്കുക എന്നുള്ള ഇതൊക്കെ ഉണ്ട്. വണ്ടികൾ നമ്മൾ തന്നെ ബിൽഡ് ചെയ്യും. വണ്ടിപ്പണി അറിയാം. എന്റെ കൂടെ നടക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്കും വണ്ടിപ്പണി അറിയാം. വണ്ടികളോട് താല്പര്യമുള്ള ആൾക്കാരെ കൂടെയുള്ളത്. ഇപ്പൊ ഞങ്ങളുടെ നല്ല പ്രൊജക്ട് വരുന്നുണ്ട്. സൂൺ ഇനഫ് പറ്റുമെങ്കിൽ നമുക്ക് കേരളത്തിൽ വണ്ടി കൊണ്ടുവരാം. ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന കാർ ഏതാ? ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഇവിടെയായി സ്കോപ്പിയോ അല്ലേ. എന്റെ ഫ്രണ്ടിന് ഒരു സ്കോപ്പിയോ ഉണ്ടായിരുന്നു. അത് ആദ്യമായിട്ട് സ്കോപ്പിയോ സാൻഡ്രോ, ഹുണ്ടായി സാൻഡ്രോയും ഒരു സ്കോപ്പിയോയും, അതാണ് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അത് വണ്ടിപ്രാന്ത് നമ്മളുടെ ആമ്പിള്ളേർക്ക് ഒരു പോയിന്റ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ആകുന്നേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് പെൺപിള്ളേരെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്ന വണ്ടികളാണ്. ഒരു പെണ്ണിനെ നോക്കത്തില്ലായിരിക്കും ചിലപ്പോൾ, പെണ്ണ് കൊള്ളാലെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വണ്ടി പോയി നോക്കി, ദാറ്റ്സ് എ ഗുഡ് കാർ, ആ ഒരു രീതിയിൽ നമ്മൾ താഴെയിരിക്കുമല്ലോ. മോസ്റ്റ് ഓഫ് ദി ആമ്പിള്ളേർക്കും ആ ഒരു സെറ്റപ്പാ. വണ്ടികളോട് എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരിക്കും. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫാൻ ആയിരുന്നോ? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫാനൊക്കെ ഡെഫിനറ്റ്ലി ആണല്ലോ. അത് ആരാ ഇല്ലാത്തത്. ഈ വണ്ടികൾ അങ്ങനെ സിനിമയെ കൊണ്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമല്ല. പക്ഷെ ഒരു സിനിമ കണ്ട് നല്ലൊരു സെറ്റപ്പ് ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി അതുപോലെ ആക്കിയാൽ കൊള്ളാമെന്നൊരു പ്ലാനിങ്ങിൽ വെറുതെ ഒരു വണ്ടി എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ബിൽഡ് ചെയ്യും. അപ്പൊ ഈ ജെയിംസ് ബോണ്ട് ഡാഷ് മാർട്ടി മേടിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല, കാണിച്ചു തരാം. ആസ്റ്റൺ മാർട്ടിനൊക്കെ നല്ല വണ്ടിയാണ്, ഇഷ്ടമുള്ള വണ്ടിയാണ്. ചിലപ്പോ കൈ കാണുമായിരിക്കും, ചിലപ്പോ കൈ കാണത്തില്ല. കല്യാണം നടക്കാനും നടക്കാതിരിക്കാനും എല്ലാം ഞാൻ വിട്ടു പറയുന്നില്ലേ, എല്ലാം വിട്ടു പറയാൻ ത്രില്ല് പോയില്ലേ. അതും ശരിയാ. ഈ ആളുകളായിട്ട് പരിചയപ്പെടുമ്പോൾ ആളുകളെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുമ്പോഴും ഒരു പോയിന്റ് മാത്രമേ അവരോട് കാണിക്കുള്ളൂ. എല്ലാ വേർഷൻസും ഒന്നും അൻവൻ കാണിക്കില്ല. ഇല്ല, നമുക്കങ്ങനെ കാണിക്കാൻ ഒരാളില്ലല്ലോ. എല്ലാം നമ്മൾ തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി റോ ആയിപ്പോയി. റോ ആയിട്ടൊരു മനുഷ്യനെ കാണിക്കേണ്ട കാര്യം തന്നെ. ഈ സീക്രട്സ് എപ്പോഴും എല്ലാ സീക്രട്സും സീക്രട്സ് ബ്രോ ഒരിക്കലും റിവീൽ ചെയ്യരുത്. നമ്മളൊരാളോട് എന്തിനാ സീക്രട്ട് പറയുന്നത്? അവരവിടെ പോയി റിവീൽ ചെയ്യും. എടാ നീ ആരോടും പറയരുത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഒരാളോട് പറയും. അവിടെ പോയിട്ട് പറയും നിങ്ങൾ ആരോടും പറയരുത് ഇങ്ങനൊരു സംഭവം ഉണ്ട്. എനിക്ക് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ അറിയാം. ഞാൻ പറയാം എൻ്റെ പാർട്ട്ണറിൻ്റെ ഊബറിൽ കയറിയ ആളാന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടെ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നിബു, പുള്ളിയുടെ പേരാ നിബു സിറിയക്, പുള്ളിയുടെ കുറേ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. ഒരു മനുഷ്യനോട് പറയത്തില്ല, എൻ്റെ മനസ്സിൽ കിടക്കും എന്ത് പ്രശ്നം പുള്ളി എന്നോട് പറഞ്ഞാലും. എനിക്ക് ആരോടും പറയാം, എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡൊന്നുമില്ല.
പുള്ളി ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഞങ്ങൾ നിബിച്ചേട്ടെന്ന് വിളിക്കുന്നത്. നല്ല ഏജ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ്, അത്യാവശ്യം ഏജ്ഡ് ആയെന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഏജ്ഡാ ഡെഫിനറ്റ്ലി. അപ്പൊ 3-4 പിള്ളേരൊക്കെ ഉണ്ട്. പുള്ളിയുടെ പ്രശ്നങ്ങള് എന്നോട് പറയുമ്പോൾ ഞാനെന്തിനാണ് അപ്പുറത്ത് പോയി പറയുന്നത്, ഇങ്ങനൊരു സ്കീമാണ്, പാവം മനുഷ്യൻ. അതൊന്നും വേണ്ട, എനിക്ക് കീപ്പ് ചെയ്യാൻ അറിയാം. എന്റെ വായിന്ന് അപ്പുറത്തോട്ട് പോകത്തില്ല, ഞാൻ എന്റെ സീക്രട്ട് അങ്ങോട്ട് പറയത്തുമില്ല. എന്തിനാ നമ്മൾ സീക്രട്ട്, നമ്മൾ കുറെയൊക്കെ ഹൈഡ് ചെയ്ത് അങ്ങനെ ജീവിച്ചാൽ മതി. അതൊക്കെ സിമ്പിൾ ലിവിങ് ആണ്, നമ്മളതൊക്കെ ഡെവലപ്പ് ചെയ്താൽ മതി. കുക്കിംഗ് എപ്പോ തൊട്ട് തുടങ്ങി? കുക്ക് ചെയ്യാറില്ല. ഇതിലൊക്കെ കാണാറുണ്ടല്ലോ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാൻ. ബാർബിക്യൂ ചിക്കൻ പൊരിച്ചിട്ട് അതിന് മണ്ടയ്ക്ക് ഇച്ചിരി മസാല വെച്ച് അതൊക്കെ ആൾക്കാർ, നമ്മൾ കുക്ക് ചെയ്യാറില്ല. ബാർബിക്യൂ ഒക്കെ ഏതെങ്കിലും സെറ്റപ്പിൽ ആൾക്കാരൊക്കെ കൂടുമ്പോ ചെയ്യും. ഞാൻ ആൾക്കാർ കൂടും കേട്ടോ, എൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും. ഈ നടക്കുന്ന ഫ്രണ്ട്സ് അല്ല എന്നുള്ളത്, വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ വീട്ടിലുണ്ടാവും. നമ്മൾ രാത്രി ചില്ലടിക്കും. പ്രായം ഇങ്ങനല്ലേ, നമ്മൾ ചില്ലടിക്കണമല്ലോ. ആ സമയത്ത് ബാർബിക്യൂ ആണെങ്കിൽ ബാർബിക്യൂ വെക്കാം, വല്ല ബീഫ് വറക്കണമെങ്കിലോ സ്റ്റേക്ക് ചെയ്യണമെങ്കിലോ വി ക്യാൻ ഡു ഇറ്റ്. അല്ലാണ്ട് ഞാൻ നടന്ന് ചോറുണ്ടാക്കി കറി ഉണ്ടാക്കി ആ സെറ്റപ്പ് ഒന്നുമില്ല. ഈ കൺട്രോൾഡ് ആയിട്ട് മദ്യപിക്കാൻ എപ്പോഴാണ് തുടങ്ങിയത്? ചെറുപ്പം തൊട്ട് എങ്ങനെ? മദ്യപാനം ഒന്നുമില്ല. മദ്യപാനമൊക്കെ വെറുതെ നമ്മള് റീൽസ് കാണുന്ന മാത്രമേ ഉള്ളൂ. അല്ല, അവിടെ എനിക്ക് സ്റ്റോക്ക് ചെയ്യാൻ ഇഷ്ടമാണ് കള്ളൊക്കെ. അതായത് വീട്ടിലൊരാൾ കയറി വരുമ്പോ കുറെ കുപ്പി, അവർക്ക് എന്താണ് വേണ്ടത്. അപ്പൊ ബ്രോ വരുമ്പോ ബ്രോയ്ക്ക് വേണ്ട വിസ്കി എൻ്റെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു താല്പര്യം എനിക്കുണ്ട്. നമ്മളൊരാൾ വരുമ്പോ അത് നമ്മളൊരാളെ മര്യാദക്ക് ട്രീറ്റ് ചെയ്യണം എന്നൊരു സ്കീമുണ്ട്. ഇപ്പൊ കള്ളായാലും ഫുഡായാലും എന്തായാലും അത് ഞാൻ ചെയ്യും. അതിനിപ്പോ എന്ത് നെഗറ്റീവ് ആര് പറഞ്ഞാലും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട പോലെ ഞാൻ ട്രീറ്റ് ചെയ്യുള്ളൂ. എന്റെ രീതി അങ്ങനെയാ. അതിപ്പോ ഞാൻ മാറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ബ്രോ കള്ളു കുടിക്കുമെങ്കിൽ ബ്രോയ്ക്ക് വേണ്ട വിസ്കി എൻ്റെ ഉണ്ടാവും. ഞാൻ അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എന്റെ റീൽസിൽ അവിടെ ഇവിടെ കള്ള് കാണുന്നത്. ആൾക്കാർ വന്നു ഞായിരിക്കും, ഞാൻ അങ്ങനെ പറയത്തു, ഞാൻ കള്ളു കുടിക്കത്തില്ല, ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ കള്ളു കുടിക്കും. ഐ ഡ്രിങ്ക്. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പറ്റത്തില്ല. കാരണം അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാനൊരു ഹാഫ് ബിയർ ഒക്കെ കുടിക്കത്തുള്ളൂ. കാരണം വണ്ടി ഓടിക്കാനുള്ളത്. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവന്മാർ വണ്ടിയും കൊണ്ടുപോകും, വണ്ടിക്കുള്ളിൽ. കാരണം ഞാൻ ആ റിസ്ക് എടുക്കാത്ത കാരണം ഞാൻ എവിടെ പോലും അവന്മാർ കൂടെ ഉണ്ടാവില്ല, റോളക്സ് ഒക്കെ കൂടെ ഉണ്ടാവും. ആ സമയത്ത് കള്ളുടിച്ച് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരും പോകും. അതൊരു വലിയ റിസ്ക്. അവരെ കൊണ്ടുപോകും, അവരെ ഷെൽട്ടറിൽ കൊണ്ടുപോകും. കാരണം ഞാൻ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു ഓണർ മദ്യപിച്ച് ലെക്ക് ഇട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവരെ പിടിച്ചോണ്ട് പോകും. പിന്നെ എനിക്ക് തിരിച്ചു തരത്തില്ല. അത്രയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവര് ചിന്തിക്കുന്നുണ്ട്, ഞാൻ അതിനപ്പുറത്തോട് ചിന്തിക്കും. കാരണം എനിക്ക് എന്റെ പിള്ളേര് കഴിഞ്ഞിട്ട് എന്തുള്ളൂ. അതുകൊണ്ട് അവന്മാരെ വെച്ച് റിസ്ക് എടുക്കാനുള്ള ഒരു പരിപാടിയും ചെയ്യത്തില്ല. അതുകൊണ്ട് കൺട്രോൾഡ് ആണ്. കള്ളുടിച്ചും വണ്ടി എടുത്ത് പുറത്തൊന്നും പോകത്തില്ല. ഈ ആൾക്കാർ പറയുന്നുണ്ടല്ലോ ബ്രോ ഈ റീൽസിൽ കള്ളുടിച്ചിട്ട് എങ്ങനെ വണ്ടി ഓടിക്കാന്ന്. എന്റെ കൂടെ വണ്ടി ഓടിക്കാൻ ആളുണ്ട്, ദേ വിൽ ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന നിർബന്ധമില്ലല്ലോ. ഇങ്ങോട്ട് ഞാൻ വരുന്നേ കാണിച്ചുള്ളൂ, കള്ളുടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നേ കാണിക്കുന്നില്ലല്ലോ. എല്ലാവരും നമ്മൾ റീൽസ് കാണിക്കാൻ പറ്റില്ല. ആകെ 30 സെക്കൻഡ് അല്ലേ ഉള്ളൂ, എന്തായാലും കാണിക്കാം. ഈ നാച്ചുറൽ ആയിട്ടുള്ള വോയിസ് ഓവർ കൊടുക്കൽ എളുപ്പമായിരുന്നു നടക്കുന്നുണ്ട്. ഞാനിപ്പോ പറയുന്നവരൊക്കെ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട്. അതായത് ഈ എഡിറ്റിന്റെ മൊത്തം കട്ട് കണ്ടിട്ടാണോ ഇത് പറയുന്നത്? എഡിറ്റ് ഒന്നുമില്ല. നമ്മള് വീഡിയോ എന്ന് പറയുന്നത് നോർമൽ വീഡിയോയാ. ഓക്കെ, വീട്ടിലൊരാളുണ്ടാവുമല്ലോ മാനേജ് ചെയ്യാനുള്ള. ഞാൻ പറയാടാ നമുക്ക് നടക്കാൻ പോവാന്ന് പറയും. ഓക്കെ, നടക്കാൻ പോവാം. അപ്പൊ നടക്കാൻ പോകുമ്പോൾ ഞാൻ ഇവന്മാരെ ലീഷ് ഇടിപ്പിക്കുന്ന ഒരു സെക്കൻഡ് ഷോട്ട് എടുക്കും, ഡോറ് തുറക്കുന്നു, ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകും. ആ വീഡിയോ എടുക്കുന്ന ആൾ അവിടെ ഇവിടെയൊക്കെ ചോര ഷോട്ട്സ് എടുക്കും. നമ്മൾ ആ റോ ഫുട്ടേജ് അതേപോലെ തന്നെ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല. നമുക്ക് പറ്റിയ ഫീൽഡ് അല്ലത്. നമ്മൾ ഒരു സെക്കൻഡ് എടുത്ത് വെക്കുന്നു. ആ ഒരു അന്നത്തെ ദിവസത്തെ ആ ഒരു ഫുൾ സീൻ ഒരു 30 സെക്കൻഡിൽ കാണിക്കുന്നു. രാവിലെ തന്നെ ഞങ്ങൾ നടക്കാൻ പോയി, അവന്മാർ ലീഷ് ഇട്ടു, പുറത്തു പോയി. ഈ വണ്ടി എടുത്തില്ല, പകരം ഈ വണ്ടി എടുത്തു. ആ വണ്ടി ആയിരിക്കും ഞങ്ങളപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഈ വണ്ടി മതി എന്ന് പറയുമായിരിക്കും. അപ്പോൾ ആ വണ്ടി എടുത്ത് നടക്കാൻ പോയി. അവിടെ ചിലപ്പോൾ പൂവുണ്ടാവും, കായ ഉണ്ടാവും. അത് ഞങ്ങൾ അതുണ്ടെന്ന് പറയുന്നു, നടക്കുന്നു, തിരിച്ചിരുന്ന് അവരിപ്പോൾ അവർ വെള്ളത്തിൽ ചാടുമായിരിക്കും. വെള്ളത്തിൽ ചാടി കുളവാക്കി നമ്മുടെ ദേഹത്ത് ചെളിയാക്കുമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇത് ലൈഫിൽ നടക്കുന്ന അതൊക്കെ പറഞ്ഞു പോയാൽ പോരെ. അത് നമ്മൾ വെറുതെ ഭയങ്കര സംഭവമായിട്ട് രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ അങ്ങനെ ചെയ്തു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ എണീറ്റ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു. ആ സ്കീമാ എൻ്റെ ഇത്. ഓപ്പൺ ആയിട്ട് നിന്നാൽ മതി. ഏറ്റവും ഇഷ്ടമായിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഹാബിറ്റ് എന്താ? സെയിൽസ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സംസാരിച്ച് ഒരു കോൺട്രാക്റ്റോ ഒരു ഡീലോ ക്ലോസ് ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമാണ്. അത് ഇനിയും ഡെവലപ്പ് ചെയ്യും. ഞാൻ സെയിൽസ് ഒന്നും എവിടെ എത്തിയിട്ടില്ല. ചിലപ്പോൾ 1% ആയിരിക്കും. ഞാൻ റിട്ടയർഡ് ആണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതൊന്നും മാനേജ് ചെയ്യാതിരിക്കുന്നില്ലല്ലോ. അപ്പോഴും ഇടയ്ക്കൊക്കെ എനിക്ക് ഈ ഇടയ്ക്കും റീൽസിലുണ്ടായിരുന്നല്ലോ. ഞാൻ ഒരു സ്യൂട്ടിട്ട് ഒരു റീലിൽ പോയത്, അത് ഞാനൊരു ഡീല് ക്ലോസ് ചെയ്യാൻ പോയത് തന്നെയാണ്. അത് ക്ലോസ് ആയോ? ക്ലോസ് ആയി. അതാ പറഞ്ഞു, ഞാനൊരു ഡീലിന് പോയി കഴിഞ്ഞാൽ ആ ഡീല് മാക്സിമം ക്ലോസ് ചെയ്യാന്നുള്ളതാണല്ലോ എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഐ വിൽ ക്ലോസ് ദ ഡീൽ എന്തായാലും ക്ലോസ് ചെയ്യും.